രാജാതിരാജനായ പടച്ചോനാണോ ആരാധനക്കർഹൻ? ഒന്ന് കേട്ടോക്കെ. അർബാബും മുത്തഫർരിഖൂൻ എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ടെന്ന് ഒന്ന് നോക്ക്. മൊബൈൽ നോക്ക്, എത്ര സെക്കൻഡ് എടുക്കും? അത്ര സെക്കൻഡ് കൊണ്ടാണ് രണ്ടാളെ തൗഹീദ് പഠിപ്പിക്കുന്നത്. ശരി, അത്രയും സെക്കൻഡെങ്കിലും ഒരു നന്മ പഠിപ്പിക്കാൻ നമ്മൾ എടുക്കണ്ടോ? മനസ്സ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഈ പറയുന്നത് ശരിക്കും മനസ്സിലാവുണ്ടോ? കുട്ടിക്ക് പഠിപ്പിച്ചിരുന്ന പോലെ പഠിപ്പിച്ചിരുകയാണ്. ഞങ്ങൾ വലിയ മുതിർന്നവരെ കുറച്ച് പറഞ്ഞ അപ്പോഴേക്കും അങ്ങനല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഖുർആൻ കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ഖദീജ ബീവിക്ക് അന്ന് 55 വയസ്സാണ്. നബീന്റെ ജീവിതത്തിലേക്ക് സൗദാ ബീവി വരുമ്പോൾ 66 വയസ്സാണ്. അപ്പൊ ആ ഖുർആൻ കേട്ടത് തന്നെ 66-ാമത്തെ വയസ്സിൽ. ഇവിടെ പ്രായ വ്യത്യാസമൊന്നും ഇതിലില്ല. കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉറപ്പുള്ളതുകൊണ്ടാണത്. അത്രയും ക്ലാരിറ്റി വരുത്താൻ പറ്റുന്ന ഒരു മതത്തിലാണ് നമ്മളുള്ളത്. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യമാണ് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവിതത്തെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം പറഞ്ഞുതരാം. ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, അള്ളാന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം നിങ്ങളൊരു വിചാരണക്കൂട്ടിൽ കയറി നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. എന്താണ് അതിന്റെ അർത്ഥം? വലിയ വിചാരണ വരാൻ പോണ്. അതിന്റെ അതായത് ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക? ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ നാടിന്റെ അടുത്ത് കുറച്ചൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ ഭാര്യമാരോട് പറയും, ഒരു ദിവസം ഞാൻ അവിടെ പോകും, വൈകുന്നേരേ വരൂ. അവരോട് ചോദിക്കും, എന്തിനാ നിങ്ങൾ ഒറ്റക്ക് പോണേ? നിങ്ങൾ എന്തിനാ ഒറ്റക്ക് പോണേ? എനിക്ക് ഇതിനെ പറ്റി ചിന്തിക്കാന്, പടച്ചവനോട് കാര്യങ്ങൾ പറയാന്. എല്ലാവരും ഉണ്ടാകുമ്പോൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റില്ലേ? അങ്ങനെ ഞാൻ ആഴ്ചയിലൊരു ദിവസം പോകും. എന്തിനെന്നറിയോ? സ്വന്തം ജീവിതത്തിലേക്ക് ടോർച്ചടിക്കാൻ. സ്വന്തം ജീവിതത്തെ വിലയിരുത്താത്തവർക്ക് രക്ഷയില്ല. ഞാൻ നിങ്ങളോട് എല്ലാം പറയണം, ഹാസിബു ഖബല അൻ തുഹാസബു. ഒരു വലിയ വിചാരണ വരുന്നതിന് മുമ്പ് സ്വന്തം കൂട്ടുകയറ്റിയിട്ട് അവിടെ എന്താവും എൻ്റെ അവസ്ഥ? ഏതുപോലെയെന്നറിയോ? ലളിതമായൊരു ഉദാഹരണമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ദുബായ് എയർപോർട്ടിൽ കുവൈത്തിലുണ്ടായത് അറിയുന്ന ഒരാളാണ്, ഇജാസിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദുബായ് എയർപോർട്ടിൽ എന്ത് കളിച്ചിട്ടും പോലീസുകാരെന്നെ വിടുന്നില്ല. എന്റെ ബാഗ് ഇങ്ങനെ ചെല്ലുക. ആ ബാഗിൽ എനിക്കറിയാവുന്ന സകല മേഖലയും ഞങ്ങളെല്ലാവരും ഭാര്യ വലിച്ചിട്ട് നോക്കി. അപ്പൊ അവരെന്നൊരു വലിയ ഭീകരവാദിയായിട്ടാണ്. കാരണം എന്ത് വെച്ചിട്ട് ഇത് കിക്കി നിലവിളിക്കൽ. അപ്പൊ ഞാൻ റബ്ബിനോട് റബ്ബേ, അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു നിയമവും ലംഘിക്കാൻ ശ്രമിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ട്. പടച്ചോനെ, ഇതെന്തൊരു പരീക്ഷണാണ്. 10 റൗണ്ടാണ്. അവസാനം ഈ ബാഗിന്റെ അടിഭാഗത്ത് ചെറിയൊരു സിബില് ഒരു കത്രിക മീശട്ടാൻ വേണ്ടി എടുക്കണാണ്. ഏറ്റവും ഒടുവില് അന്ന് ഞാൻ വിചാരിച്ചത് എന്താ അറിയോ? സെക്യൂരിറ്റി ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വം വിലയിരുത്താൻ വേണ്ടി കാണിക്കുന്ന ഈ എഫേർട്ടില്ലേ, ആ വിചാരണക്ക് നമ്മൾ എടുക്കുന്ന ഒരു ടെൻഷനും. ഞാൻ പറയുന്നത് അവിടെ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കണം. പടച്ചോൻ, റസൂൽ പറയാണ്, പടച്ചോൻ എങ്ങാനും ഇങ്ങനെ തലനാരിയ കീറി നിങ്ങളെ വിചാരണ ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങളെ കാര്യം പോക്കാം.